ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ അതൊന്ന് നല്ലതുപോലെ അരിഞ്ഞ് കട്ടി കുറഞ്ഞ രീതി അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞിടണം. പിന്നെ ഇഞ്ചി കഷ്ണം കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് മിക്സ് ചെയ്യാൻ. പിന്നെ നന്നായി എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇട്ട ഗോതമ്പൊടിയും ഈ സവാളയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല പരുവായി വരുമ്പോൾ കുറച്ച് മാവ് കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് ഉള്ളിവടയുടെ ഷേപ്പ് ആക്കിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ടൊരു ചട്ടി എടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാക്കണം. ചൂടായി വരുമ്പം ഈ പ്രസ് ചെയ്ത് വെച്ച് ഉള്ളിവടയുടെ ഷേപ്പുള്ള മാവിനെ എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അതിനെ പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് പിന്നെ ഇതേപോലെ തന്നെ വീണ്ടും ഇരിക്കുന്ന മാവിനെ എടുത്ത് നമുക്ക് ആ ഉള്ളിവട ഷേപ്പിലാക്കി വീണ്ടും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ഉള്ളിവടയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ചായയോടൊപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.